ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചെറിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഞാൻ ഇന്ന് ഊബർ ഓടാൻ വേണ്ടി പോയതാണ്. കാക്കനാട് വെച്ചിട്ട് ഒരു വണ്ടി എൻ്റെ വണ്ടിയുടെ പുറകിലൊന്ന് ഇടിച്ചു. ആ ഫോഴ്സിൽ എൻ്റെ വണ്ടി മുൻപിലുണ്ടായൊരു വണ്ടിയുടെ ഫ്രണ്ടിൽ പോയി, ചിലപ്പോൾ ബാക്കിൽ പിടിച്ചു. അപ്പോൾ ഇതിപ്പോൾ 2:30-3 മണിയായി. ഇത്ര നേരം പോലീസ് സ്റ്റേഷനിലും ആ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കണമായിരുന്നു. മൊത്തത്തിൽ ഒരു വള്ളി ദിവസം തന്നെയായിരുന്നു. പക്ഷെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സംഭവം. ഇപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യാറുള്ള ആക്സിഡൻറ്റ് വേറെ കാര്യം, എന്നാലും വല്ലാത്തൊരു ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവം. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ആരെ വിളിക്കണം, മൊത്തത്തിൽ കൺഫ്യൂഷനായി. പിന്നെ ക്യാമറ തിരിച്ചോ നിന്നെ കാണിച്ചു കൊടുത്ത്. ഇമാര് അളിയൻ്റെ കസിൻസാണ് കേട്ടോ, 2 പേര്, അമൃതും അമലും. അപ്പോൾ ഇവന്മാരുടെ വീടിൻ്റെ അടുത്ത് വെച്ച് സംഭവിച്ചത്. ഇവന്മാർ ഇത്ര കൂടെയൊക്കെ ഉണ്ടായി. ഇന്നത്തെ ഈ ആക്സിഡൻറ്റ് വഴി പുതിയ പുതിയ കാര്യങ്ങളാണ് പഠിച്ചത്. പോലീസുകാരെങ്ങനെയാണ്, പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ്, ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ നടക്കും, മൊത്തത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. എന്നാലും വണ്ടി ഇങ്ങനെ ആയപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു സങ്കടം, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇത് ഏത് വഴിയായിരുന്നു എൻ്റെ വീട്ടിലേക്ക്? നേരെ കാക്കനാട് കളക്ടറേറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള വീടാണ് അല്ലേ? ഫ്രണ്ട്സ്, ഇതാണ് ശരിക്കും സംഭവിച്ചത്. ഇവിടെ അടിച്ചിട്ട് ശരിക്കും അവിടെ അമ്മങ്ങിപ്പോയി. ഇവിടെ പോർഷൻ കറക്റ്റ് അമ്മങ്ങിപ്പോയി. നമ്മുടെ സ്റ്റെപ്പിൻ്റെ ആ പോർഷനെ ഒരു കുപ്പി, വെള്ളം കുപ്പീൻ്റെ ഇടയിൽ പെട്ടുപോയി. എടുക്കാൻ പറ്റുള്ളത് ചോറെടുക്കാൻ പറ്റും. ചോറെടുക്കാൻ പറ്റും. അയ്യോ പറ്റില്ല. എന്നാലും നോക്കി CNG ടാങ്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, അതൊക്കെ സേഫാണ്. ബാക്കിയുള്ളവർ ചമ്മന്തിയായിട്ടിരിക്കണം, എടുക്കാൻ പറ്റില്ല അല്ലേ? ഫ്രണ്ട്സ്, മൊത്തത്തിൽ വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഡിക്കി നമുക്ക് ഇപ്പോൾ തുറക്കാവുന്ന കണ്ടീഷനാണ്, പ്രോപ്പറായിട്ട് അടച്ചിടാൻ പറ്റില്ല. പക്ഷേ ഇതാണ് നമ്മുടെ ഉമ്മാരുടെ വീട് കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ ഉമ്മാരുടെ വീട്ടിൽ കയറി. ഞാൻ ഫുഡ് എല്ലാ ദിവസവും കൊണ്ടുപോകണം. അപ്പോൾ അവിടുന്ന് ഫുഡും കഴിച്ചാൽ പുറത്തേക്ക് ഇറങ്ങി ഞാൻ നേരെ ഷോറൂമിലേക്ക് പോകണതാണ്. പോലീസ് സ്റ്റേഷനിൽ GD എൻട്രി ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൽ കാര്യങ്ങൾ വരുമെന്നാണ് പറഞ്ഞേക്കണം. കുറച്ച് ഡിലേ ആക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ മാക്സിമം സംസാരിച്ചിട്ടുണ്ട്. നോക്കാം. എന്തായാലും വണ്ടി ഇപ്പോൾ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുക്കണതാണ്. ഇനി എന്തായാലും 2-3 ദിവസം വണ്ടി എന്തെങ്കിലും ഉണ്ടാവില്ല. ഇത് വണ്ടിക്ക് പുറത്തുള്ള കംപ്ലൈൻറ്റ് അല്ലാതെ ഇൻറ്റീരിയറിലൊരു AC-ക്കാണ് എനിക്ക് പ്രശ്നം തോന്നിയത്. AC ഇടുമ്പോൾ ഒരു ശബ്ദം പോലെ, ഒരു ശബ്ദം ഫീൽ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ AC ഇടാതെ ഓടിക്കാം. ബാക്കി നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് കാണാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വണ്ടി കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ഫ്രണ്ട്സ്, അപ്പം നമ്മളങ്ങനെ ഷോറൂമിൽ വണ്ടിയും കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങിയത്. ഒരു ഊബർ ബുക്ക് ചെയ്തപ്പോൾ ഒരു വൈബ് മച്ചാനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താണ്? പേരൊക്കെ വിട്ടു. ജിബിൻ. ആള് നല്ല പൊളിയാണ് കേട്ടോ. ആളെല്ല അടിപൊളിയാണ്, കമ്പനിയാണ്. ഒരു ഇതുവരെ നമ്മൾ ഊബറിൽ കാണാത്ത ടൈപ്പ് വണ്ടിയാക്കിയിട്ട് ഇറങ്ങിയേക്കണേ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് ഏതോ പ്രൈവറ്റ് വണ്ടി തന്നെയാണ്. തന്നെയാണ് ടാക്സി എന്ന് പറഞ്ഞത്. ചിലവരിപ്പോൾ ടാക്സി പ്രൈവറ്റ് എടുത്ത് ഓടുന്നുണ്ടല്ലോ ചില ഉടായ്പകൾ. ഞാൻ അങ്ങനത്തെ ഒരു സെറ്റപ്പാണെന്ന് വിചാരിച്ചു. അതിന് ഓടാൻ പാടില്ല. ഫ്രണ്ട്സ്, അങ്ങനെ ഫൈനലി ഞാൻ വീട്ടിലെത്തിയത്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കൊച്ചുകൂടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, സൗണ്ട് കേൾക്കണത്. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവം നടന്നു. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഒരു നിമിത്തം എന്ന രീതിയിൽ നമ്മളെത്ര ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിച്ചാലും ഏതെങ്കിലും ഒരുത്തൻ വരും. അങ്ങനെ പിന്നെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രേക്ക് ചിലപ്പോൾ കിട്ടാത്തതാവാം, നാളെ അതെനിക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. പിന്നെ അതുകൊണ്ട് തന്നെ വലിയ തർക്കമാക്കാതെ തന്നെ എല്ലാം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിച്ച് ക്ലെയിം ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നഷ്ടങ്ങൾ പുള്ളി സെറ്റിൽ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇത് ഒരു വ്ളോഗ് എന്ന രീതിയിൽ ചെയ്യാൻ പ്ലാനൊന്നും ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ലൈഫിൽ നടന്ന ഒരു മോശം സംഭവം കൂടി ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതൊരു
വ്ളോഗായി തന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചൊരു ദിവസമാണ്. കുഴപ്പമില്ല, ഇതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഇനി എന്തായാലും ഒരു 1 വീക്കിനടുത്ത് എടുക്കും എൻ്റെ വണ്ടി സെറ്റ് ചെയ്ത് എല്ലാം ഒരു പുത്തൻ വണ്ടി പോലെ കൈ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ ബാക്കി നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോവുക. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം, വഴിയെ എല്ലാ വിവരങ്ങളും അറിയിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.